2,40,000. 2,10,000 രൂപയുടെ മുതലെടുത്ത് നിൽക്കണം. ഇപ്പോൾ നോക്കിയാൽ അവിടെ ഹലോ ഹായ് നമസ്കാരം. ട്രാവൽ ഓൺ സ്റ്റോറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇന്നൊരു ചെറിയ യാത്രയിലാണ് വീണ്ടും. അപ്പൊ ഇത് അറിയാലോ, നമ്മുടെ നീസാണ്, എന്റെ നീസാണ് അയന, കുഞ്ചൂസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ തവണത്തെ ഒരു യാത്രയിൽ നമ്മളൊരു ഗാർഡനിലായിരുന്നു പോയത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാന്ന് പറഞ്ഞു കൊടുത്തേ കുഞ്ചൂസേ? നമ്മളൊരു ഫ്രൂട്ട്സ് ഫാമിലേക്കാണ് പോകുന്നത്. യെസ്, കരിമണ്ണൂര് എന്ന് പറഞ്ഞ തൊടുപുഴയ്ക്കടുത്തുള്ള സ്ഥലത്ത്, മുളപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള, അതായത് ഈ തൊമ്മൻകുത്ത് വാട്ടർഫാൾ ഒക്കെ ഇല്ലേ, എക്കോ ടൂറിസം സെന്റർ, അതിന്റെയൊക്കെ തൊട്ടടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഫാം ഹൗസ് ആണിത്. ഫ്രൂട്ട്സ് ഒക്കെയാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ ഫാമിലുള്ളത്. കോശ്ശേരിൽ എന്ന് പറയുന്ന ഒരു ഫാമാണിത്. നേരെ അങ്ങോട്ട് പോവാണ്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല, കുറച്ചൊക്കെ ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോയി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അല്ലേ? അപ്പോൾ നമ്മളെ ഈ കോശ്ശേരിയിൽ എന്ന് പറയുന്ന ആ വീട്ടിലിങ്ങനെ വന്ന് നിൽക്കുകയാണ്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാം തൈകളാണ് കേട്ടോ. എല്ലാം ബഡ് ചെയ്ത തൈകളിങ്ങനെ ഇരിപ്പുണ്ട്. ഒരു ജീപ്പ് കിടപ്പുണ്ട്. കാർ പോർച്ചിൽ പോലും മൊത്തം കാണുന്നത് തൈകളാണ്. ഇതാണ് നമ്മുടെ കുര്യൻ ചേട്ടൻ. ചേട്ടാ നമസ്കാരം. അപ്പം കോശ്ശേരിയിൽ മാവെന്ന് പറയുന്നത് ഈ കാണുന്നതായിരിക്കും അല്ലേ? പുറകെ കാണുന്നത് അതൊക്കെ തന്നെയാണ് അല്ലേ? അപ്പം ഈ ഒരു വറവിലേ നമുക്ക് ഒരു ഏറ്റവും വലിയൊരു നഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പഴവും ഇവിടെ കാര്യമായിട്ടില്ല, എല്ലാം തന്നെ പറിച്ചു കഴിഞ്ഞു. റംബൂട്ടാനൊക്കെ ഉണ്ടായിരുന്നല്ലേ? പിന്നെ ഇപ്പം ജസ്റ്റ് കാണിക്കാൻ 1-2 ഒക്കെ ഉണ്ടല്ലേ? മൂട്ടിപ്പഴം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അത് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നൊരു പഴമല്ല, ചെറിയൊരു പഴമാണ്. പക്ഷെ ഒരു മരം നിറയെ ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന സാധനമാണ്. അതൊക്കെ ആ സൈഡിലുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം. മാക്സിമം ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ ചേട്ടൻ കാണിച്ചു തരും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാം കഴിഞ്ഞു, വന്ന സമയം ശരിയായില്ല. കുര്യൻചേട്ടൻ്റെ ഫാദറാണല്ലേ ഇദ്ദേഹം? ഹായ്, തോക്കുമായിട്ടാണ് നടക്കണത്. പേര് പറയണ്ടോ? എൻ്റെ അമ്മോ, വേണ്ടേ, ഞാൻ പൊക്കോളാം. എന്താട്ടാ? ഫിലോസാൻ അല്ലേ? ഇത് തൈ അങ്ങനെ നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണോ? ഈ ഫിലോസാൻ എന്ന് പറഞ്ഞാൽ എന്ത് ഫ്രൂട്ടാണ്? അത് എങ്ങനെ ഇരിക്കും? റംബൂട്ടാൻ്റെ പോലെ തന്നെ, അത് മുള്ളാണ് അതിൻ്റെ പുറത്ത്. തിരിച്ച് കഴിയുമ്പോൾ റംബൂട്ടാൻ കൂടെയാണ്. ഇത് ചക്കയുടെ മുള്ളു പോലെയാണ്. അത് പതുക്കെ തിരിച്ച് കഴിയുമ്പോൾ പഴം വിട്ട് വരും. ഭയങ്കര മധുരവും അതിന് ജ്യൂസും ഉണ്ട്. അതിൻ്റെ കുരു കശുവണ്ടി പോയി നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഫ്രൂട്ടാണോ അതോ വിദേശിയാണോ? മലേഷ്യൻ ആണല്ലേ? ഓക്കെ, ഇത് വിളവെടുപ്പിനല്ല, തൈ ഉണ്ടാക്കാനാണല്ലേ? കായ് കിട്ടും. എന്നാലും ഈ പ്രാവശ്യം ഒരു 10-20,000 രൂപ കിട്ടി ഇതിൻ്റെ കായ്ക്ക്. ഇതിൻ്റെ കായ്ക്ക് തന്നെ? അത്രയ്ക്ക് നല്ല ഒരു ഷിമ്മിക്കൂടി കൊണ്ടാൽ എങ്ങനെ 1,500-2,000 രൂപ കിട്ടും. അതല്ലേ? 1,500 രൂപ തൊലിക്കാണല്ലേ? കായ്ക്ക് ഒരു 300 രൂപ. നമ്മൾ സത്യത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ, ഒന്ന് കയറി ഒന്ന് മൊത്തത്തിൽ ഈ ഫാമിൻ്റെ എല്ലാ ഭാഗങ്ങളും കൂടെ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇത് ഒരുപാട് സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നൊരു 10-20 മുകളിൽ ഫ്രൂട്ട്സ് ഉണ്ടല്ലേ? ഫ്രൂട്ട്സ്, പല വിധത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മൾ ഇതുവരെ പേര് കേട്ടിട്ടില്ലാത്ത പോലും, അതായത് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, അല്ലാത്ത ആളുകൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല ഫ്രൂട്ട്സും ഉണ്ട്. ഒരു തികഞ്ഞ കർഷകനാണ് കേട്ടോ കുര്യൻ ചേട്ടൻ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് നമുക്ക് ചോദിക്കാം. ആദ്യം തന്നെ എത്ര കാലമായി കൃഷി തുടങ്ങിയിട്ട്? ഇപ്പോൾ മാവിലാണ് തുടങ്ങിയത്. മാവ് കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ 30ാമത്തെ വർഷത്തിലേക്ക് കടന്നു. 30ാമത്തെ വർഷമായി? ഓ, അത് കോശ്ശേരി മാവ് ഉണ്ടായിരുന്നുള്ളൂ ഒരു 10 കൊല്ലം മുമ്പ് വരെ. 10. അത് കഴിഞ്ഞപ്പോൾ ഓരോ പല പഴവർഗ്ഗങ്ങളും പിടിച്ചാൽ അവിടുന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ച് കായ കണ്ടതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ചാണ് നമ്മുടെ തൈ വിതരണമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പഴങ്ങളും റംബൂട്ടാൻ്റെ, ഫിലോസാൻ്റെ ഒക്കെ പഴങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. റംബൂട്ടാനുണ്ട്, ഒരു 30 തരം മാവുണ്ട്. 30 തരം മാവിലൊരു 15ഓളം വെറൈറ്റിയുടെ പഴം ഇവിടെ കണ്ടതുകൊണ്ട് അതിൻ്റെ എല്ലാം തൈ ഉൽപ്പാദിപ്പിക്കുന്നു, നല്ലത് നോക്കി. പിന്നെ ഇനി വിവരം അറിയാനുള്ളത് ഒരു 30 വെച്ചിട്ടുണ്ട്. ഇപ്പം 30 എന്ന് പറഞ്ഞാൽ 90ഓളം ഉണ്ട്, 35 വെറൈറ്റി ഉണ്ട്. പിന്നെ ഫിലോസാൻ നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. അത് നല്ല കഴമ്പുള്ളത്. പ്ലാവ് ഒരു 4-5-6 വെറൈറ്റിയോളം ചെയ്യുന്നുണ്ട്.
പിന്നെ വിയറ്റ്നാം എയർലിയൊക്കെ സുലഭമായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരു 3 വർഷം അല്ല ഒരു 1.5 വർഷം കൊണ്ട് ഫലം കിട്ടും നമുക്ക് നട്ട് കഴിഞ്ഞാൽ. എനിക്കിവിടെ കാഴ്ച ഇപ്പോൾ പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് സഹായത്തിന് ആരുമില്ല തന്നെയാണ്? സഹായത്തിന് ഈ കാട് കളയാനൊക്കെ ഒരു ലേഡി ഉണ്ട്. ഓക്കെ, ബാക്കി എല്ലാ പണിയും സ്വന്തം തന്നെയാണ്. ബഡിങ്, ഗ്രാഫ്റ്റിങ്, ഇതിൻ്റെ ബാക്കി പരിപാടികളെല്ലാം. സ്ഥലം എന്തോരുണ്ട്? സ്ഥലം ഇത് 5-8 ഏക്കറുണ്ട് എല്ലാം കൂടെ. കുറച്ച് റബ്ബറും ഉണ്ടല്ലേ? കുറച്ച് റബ്ബറുണ്ട്, കുറച്ച് തെങ്ങുണ്ട്, കൊക്കോ ഉണ്ടാകുന്ന വെട്ടിക്കളഞ്ഞു. ശല്യം കാരണം രക്ഷയില്ലാതെ. മാങ്കോസ്റ്റിന് ദുരിയാനൊക്കെ മാങ്കോസ്റ്റിനുണ്ട്, ദുരിയാൻ വെച്ച് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ കെൽഡാൻ എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ട്, ഈ അഞ്ഞിലിയുടെ ഒരു വർഗത്തിൽപ്പെട്ടാന്ന് പറയും, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ലോങ്കൺ, അബിയു, മച്ചാച്ചെറു, പിന്നെ മിൽക്ക് ഫ്രൂട്ട്, മധുരലോബി, ബൊറോളി എന്ന് പറഞ്ഞാൽ ആത്തയ്ക്കായുടെ ഒരു വകഭേദം, പക്ഷേ ഇച്ചിരി മധുരമുണ്ട് സാധനത്തിന്. പിന്നെ മുള്ളാത്ത, ഞാവല്, പിന്നെ വൈറ്റ് ഞാവലുണ്ട്, സാധാ ഞാവലുണ്ട്. അതിന് തായ്ലൻഡിൽ നിന്ന് വരുത്തിയതാണ് ഒരു ചാമ്പ. ഓക്കെ, അത് നല്ല മുഴുത്ത. ഫാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രൂട്ട്സ് മാത്രമല്ല ഉള്ളത്, ബഡ് ചെയ്ത തൈകളും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോശേരി മാവെന്ന് നമ്മൾ യൂട്യൂബിലൊന്ന് അല്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസൊക്കെ കാണാൻ പറ്റും. കാരണം കുര്യൻ ചേട്ടൻ്റെ ഈ ഒരു മാവ് ഭയങ്കര ഫേമസ് ആണ്. അതേപോലെ പ്ലാവ്, കോശേരി പ്ലാവ് എന്ന് പറഞ്ഞു ഇപ്പം അല്ലെ, കോശേരി വരിക്ക അല്ലേ, അതും ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശം മൊത്തം 1 ഇഞ്ച് പോലും കളയാതെ എല്ലായിടത്തും കൃഷിയാണ്. പല ടൈപ്പ് സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പഴങ്ങൾ കാണാൻ പറ്റിയില്ലെങ്കിലും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്ന പേരുകളാണ്. തൈകളൊക്കെ ഒന്ന് പോയി ആ മരങ്ങളൊക്കെ ഒന്ന് കാണാം. വടിയാതിയുടെ ഈ കാണുന്ന ഷൂട്ട് ഒരു നാടൻ ജാതി തൈ കൂടിനകത്ത് പാകി ഇവിടെ വെച്ചിട്ട് ഈ തൈ വെച്ച് കൂട്ടി വെച്ച് പുതിയ തൈയൊക്കെ എടുക്കും. ഓക്കെ, ഇത് ചെയ്ത് വെച്ച് മുറിച്ചെടുക്കും. ആ കൂടിനകത്തിരിക്കുന്ന തലയും വെട്ടിക്കളയും. അപ്പോൾ അത് പുതിയ തൈയായിട്ട് മാറി വരും. അങ്ങനെയാണല്ലേ ബഡ്ഡിംഗ് എന്ന് പറഞ്ഞ പരിപാടി. ഗ്രാഫ്റ്റിംഗ് 5 മാസമെങ്കിലും വേണം. ഇത് റംബൂട്ടാണോ അല്ലേ? അതെ, റംബൂട്ടാനൊക്കെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളവരാണോ മേടിക്കുന്നത്? അതെ, ഇവിടെയുള്ളവർ ഈയിടെ കർണാടകത്തിലേക്ക് ഒരു 100 തൈ ഒരു വിളി ഒന്നുണ്ട്. ഒരു തൈക്ക് എന്താ വില റംബൂട്ടാൻ? 350 രൂപയ്ക്ക്. 350. നമ്മുടെ കോശേരി മാവും തൈയോ? കോശേരി മാവും തൈ 500 രൂപ മുതൽ 2000 രൂപ വരെയുള്ള തൈകളുണ്ട്. ജാതി 1000 രൂപ. ഈ മഹാഗണിയൊക്കെ എത്ര വർഷം മുമ്പ് നട്ടതാ? 78 ഞാൻ കുഴിച്ചിട്ടാ. 1978. അപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ? 42 കൊല്ലം. 43 കൊല്ലമായി. ഈ ഒരു ഭാഗത്ത് മൊത്തം നിൽക്കുന്നത് മഹാഗണി, പ്ലാവ്, അങ്ങനെയുള്ള വലിയ മരങ്ങളാണ് നിൽക്കുന്നത്. മഹാഗണി തന്നെ ചേർന്ന് പറഞ്ഞ 1978 നട്ട വലിയ മരങ്ങളുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തെല്ലാം നിൽപ്പുണ്ട്. ഇത് ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. 2,40,000. 2,10,000 രൂപയുടെ മുതലെടുത്ത് നിൽക്കണം. ഇപ്പോൾ നിൽക്കുക അവിടെ. ഇതാ മാങ്കോസ്റ്റല്ല നിൽക്കുന്ന അബ്യൂ സൈഡിലേക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. മിൽക്ക് ഫ്രൂട്ട് അല്ലേ? ഇതും മലേഷ്യൻ ആണോ? അല്ലല്ല, ഇത് മലേഷ്യൻ ഇടന്നു. നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇളങ്കരിക്ക് ചിരണ്ടി കുടിക്കുന്ന അതേ ടേസ്റ്റ്. ഇത് മധുരലൂബി. ഇത് നല്ല മധുരമുള്ള മധുരലൂബി. ലൂബി ചീമരിക്കയുടെ സാധനം, പക്ഷേ ഇതിന് നല്ല മധുരമാണ്. മുന്തിരിങ്ങപ്പഴം പോലെ. ഓക്കെ, അത് മുള്ളാത്ത. ഈ മുള്ളാത്തല്ലേ ക്യാൻസറിൻ്റെ ഒക്കെ അതല്ലേ ക്യൂർ ചെയ്യുന്നല്ലേ? ഇത് മധുരമാരോ മുകളിൽ കാഴ്ചകളുണ്ട്. അതെങ്കിലും ഉണ്ടല്ലോ, ഒരെണ്ണമെങ്കിലും നമുക്ക് കാണാൻ പറ്റി. അത് നമുക്ക് മുകളിൽ ചെന്ന് കാണാം. മുള്ളില്ലാത്ത ചെറുനാട്. മുള്ളില്ലല്ലേ? അത് 9 ദിവസം നേരത്തിൽ ഒട്ടിച്ച് പിടിച്ചാണ് അവിടെ കാഴ്ച കിട്ടണം. ഇത് ബഡ് ചെയ്തേക്കുന്ന? അത് ബഡ് ചെയ്താ. ശരിയാണല്ലോ, മുള്ളില്ലല്ലോ. അതിന് മുള്ളില്ല, നിറച്ച് കായ. എന്തേത് ബനാന സപ്പോർട്ടാന്ന് പറഞ്ഞാൽ, പക്ഷേ അത് 2-3 കായ കിടപ്പുണ്ട്. കായ അത്ര ഒരു വലുതായിട്ടില്ല. ഇതാണ് ലോങ്കൺ. ഇത് കാഴ്ച വരാം. ലോങ്കൺ. ഇത് പേര് കേട്ടിട്ട് വിദേശിയാണല്ലോ. സിംഗപ്പൂർ അല്ലേ? ഇത് ചളുങ്ങ കേട്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കേൾക്കണ. ചളുങ്ങ. ഒരു കപ്പളമൊക്കെ നിൽക്കണമെന്ന് ഇപ്പോൾ നോക്കിയേ. ഇത് സാധാ കപ്പളമല്ലേ? പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പ്രത്യേകത പോലെ നമുക്ക് തോന്നുള്ളൂ. ഒരു ചെറിയൊരു അതിൻ്റെ ഒരു ശിഖരത്തിൽ പോലും ഉണ്ടായേക്കണതുണ്ടോ? ബൊറോളി. ഈയിടെ 1 കൊല്ലമായില്ല അത് വെച്ചിട്ട്. എൻ്റെ താഴേക്കാണ് ഒരു
റംബൂട്ടാൻ മുൾവാനാന്ന് പറയും, മൂത്തതായെന്ന് പറഞ്ഞു. ഞാൻ പഴം കണ്ടില്ല. ഈ ഒരു ഇവിടെ നിൽക്കുന്ന മൊത്തം കൂടുതലും ഫിലോസാണല്ലേ? ഇത് മൂട്ടിപ്പഴം. മൂട്ടിപ്പഴം, ഓക്കെ. ഇത് മംഗോസിൻ്റെ മാങ്കോസിൻ്റെ ഒരു ചെറിയ തൈ അല്ലേ? അപ്പം മൂട്ടിപ്പഴം ഒരു മരമായിട്ട് തന്നെ മുകളിലുണ്ട് കേട്ടോ. അതിൽ കുറച്ച് പഴം ഇപ്പോഴും ഉണ്ട്, പക്ഷെ നിറഞ്ഞു നിന്നതാണ് പഴം. കുറച്ചുള്ളത് നമുക്ക് മുകളിൽ പോയി നിന്ന് കാണാം. മാങ്കോസിനല്ലേ? ഇതാണ് ഡുക്കു എന്ന് പറഞ്ഞത്. ആ, അതിലെന്തോ ഒരു കായ ഉണ്ടല്ലോ. കായില്ല. ഓ, പാഷൻ ഫ്രൂട്ട് എന്തോരം ഉണ്ട്? പാഷൻ ഫ്രൂട്ട് അവിടെ ഒരു മരത്തിലുള്ളൂ. ഇത് ഉണങ്ങിപ്പോയല്ലേ? ഇതോ അവക്കാടോ കേട്ടിട്ടുണ്ട്. ഇതാണല്ലേ ആ സാധനം? കേട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തൈ ഓർമ്മ നട്ട് അത് മാറ്റി വെച്ചേക്കണത്. ഓ, ഇത് മെറ്റോവ എന്ന് പറയുന്നത്. മെറ്റോവ. അല്ല, ഈ നെയിം ബോർഡ് കൊടുക്കാൻ കാരണം എന്താ ശരിക്കും? നെയിം ബോർഡ് ഇപ്പോൾ ഇതിനൊക്കെ പേര് കൊടുക്കണം. ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒരു തൈക്ക് വന്നു കഴിഞ്ഞാൽ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓ, അതുകൊണ്ടാണ്. ഞാൻ ഇല്ലാത്ത സമയത്ത് പുള്ളിക്കാരത്തേക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കൊടുക്കാമല്ലോ. ആ, വിലഭാവമൊക്കെ അറിയാമല്ലോ. ഈ മുകളിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിലാണ് കേട്ടോ ഈ ഒരു ഫാമിൻ്റെ ഒരു വലുപ്പം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം മുകളിലേക്കും താഴേക്കുമായിട്ട് മാവ്, പ്ലാവ്, അതിനിടയ്ക്ക് ഫിലോസാണല്ലേ? ഫിലോസാൻ, മാങ്കോസ്റ്റിൻ. ഇവിടെ നോക്കി നമുക്ക് മൊത്തത്തിൽ കാണാം കേട്ടോ. നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഇതൊക്കെ ശരിക്കും ഫ്രൂട്ട്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വരുവാന്ന് പറഞ്ഞാലേ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഒരു 9 ഏക്കർ സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു വലിയൊരു ഫാമിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന പോലത്തെ അത്ര വെറൈറ്റി ആയിട്ടുള്ള പല സാധനങ്ങൾ കാണാം. മാവിൻ്റെ തന്നെ 35 വെറൈറ്റിയാണ്, മാങ്ങയുടെ തന്നെ. ഈ പേരൊക്കെ ചേട്ടനിട്ടേക്കുന്നതാണോ? അല്ലല്ല, ഇതൊക്കെ ഉള്ളതാണ്. ചേട്ടനിട്ടേക്കുന്ന പേര് ഏതൊക്കെയാ? അല്ല, ഇത് ഞാൻ എൻ്റെ അളിയനിട്ട പേരാണ്. ഞാൻ കണ്ടുപിടിച്ച മാവാ. ആ, പക്ഷേ ഞാൻ അതിന് എന്നും കായ്ക്കുന്നതുകൊണ്ട് നിത്യവസന്തം എന്നൊരു പേര് കൊടുത്തിരുന്നു. പക്ഷെ അത് പുള്ളി ഒന്ന് രൂപകൽപ്പന സോണിയെന്നാക്കി. ഓക്കെ. അല്ല, ചേട്ടൻ ഇങ്ങനെ സ്വന്തമായിട്ട് എത്ര മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്? ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് പേരിട്ടേക്കണ മാവുകൾ മധുരമൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ നീലിമ ഞാൻ കണ്ടുപിടിച്ചത്, അതുപോലെ കുളമ്പൊക്കെ ഉള്ളതാ. കർപ്പൂരം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ മാവിൻ്റെ പേരാണ് കേട്ടോ. നോക്കി, ഓരോ മാവയിലും അവിടെ പേരുണ്ട്. ഇത് അവിടെ നോക്കി, മല്ലിക. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് 4 മാങ്ങ ഉണ്ടായത് ഭയങ്കര മധുരമാണ്. കൊട്ടൂർ. അല്ല, ഇതിങ്ങനെ ഒരുമിച്ച് ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം? ഒരു മാവ് നട്ട് കഴിഞ്ഞാൽ അതിൽ 3 സൈസ് മാങ്ങ, 2 സൈസ് മാങ്ങ ഉണ്ടാവും. ഓ, അങ്ങനെ 2 വെറൈറ്റിയാണ്. അത് ശരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലേ? 5 നട്ടുണ്ട്, 5 പിടിപ്പിയിരുന്നു. ഓ, അത് ശരി. അപ്പൊ ഇത് ശരിക്കും വലുതായി കഴിഞ്ഞാൽ 4 മാങ്ങ ഉണ്ടാവും. 4 ടൈപ്പ് മാങ്ങ ദൈവത്തേന്ന് ഉണ്ടാവില്ലേ? കൊള്ളാലോ സംഭവം. ഇത് കാഴ്ച മാവാ. അത് ഉണ്ടെണ്ണം ആ വലിയ വായിരിക്കുന്ന 2 കാഴ്ച കഴിഞ്ഞാലും 3 മാങ്ങയുടെ ഇതുണ്ടായി. അൺബിലീവബിൾ കേട്ടോ. നമുക്ക് ഇത്രയും ചെറിയ സാധനത്തിനൊക്കെ കായ്ക്കുമെന്ന് പറഞ്ഞാലേ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു മാവിൽ 4 വെറൈറ്റി ചെയ്തേക്കണം. ഓഹോ. കോശ്ശേരി, കുളമ്പ്, മധുരിമ, കർപ്പൂരം 4 എണ്ണം ഉണ്ട്. 4 എണ്ണം ഒരെണ്ണത്തിനകത്ത് തന്നെ? ഒരു ചൂട്ടിൽ ഒരു മറ്റേ. ഇതൊക്കെ കുഞ്ഞു തൈയാണല്ലോ. ഇതൊക്കെ കായ്ച്ചു ഇത്രയും വലുപ്പത്തിലൊക്കെ കായ്ക്കുമല്ലേ? ഇതിന്റെ വലിപ്പം ഇത്രേ ഉള്ളൂ? നാരങ്ങ വെള്ളത്തിനാണല്ലേ? ഓ, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ചൈനീസ് ഓറഞ്ച്. ഇത് പൂ ഇട്ടേക്കുന്നല്ലേ? ഓ, ഓക്കെ ഓക്കെ. അല്ല, നമ്മളിങ്ങനെ ഇതിനകത്ത് ഈ ബാഗിൽ നട്ടാലും ഉണ്ടാവുമോ? ഉണ്ടാവല്ലേ? ഓക്കെ. അതെന്ത് വിലക്കാണ് വയ്ക്കണേ? കായുള്ളത് 500 രൂപയ്ക്കല്ലേ? ഓ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും പറിക്കാനുണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതെല്ലാം നോക്കി പൂവിട്ട് നിൽക്കുകയാണ് കേട്ടോ. പൂവിട്ട് കായിട്ട് നിൽക്കുന്നുണ്ട്. ഡുക്കു അതിൻ്റെ തൈയാണ് ഈ 3 എണ്ണം വെട്ടിയേക്കുന്നത് താഴെ. ആ, ഓ, ഓക്കെ ഓക്കെ. ഇത് ഈ രീതിയിൽ 1800 1800. ആ, ഇത് നമ്മുടെ സാധാ ഓറഞ്ച് അല്ലേ? മാർക്കറ്റ് വരുന്ന ഏറ്റവും മുന്തിയ ഓറഞ്ച്. അതെ, ഓറഞ്ച് എന്ന് പറഞ്ഞ് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് മധുരിമ ഏറ്റവും കൂടിയ വിലക്ക് കൊടുക്കുന്ന ഒരു തൈ 1000 രൂപ. മധുരിമ
ഫ്രൂട്ട്സിന് മധുരം കൂടുതലായിരിക്കും അല്ലേ? ആ നല്ല മധുരമുണ്ട്, പെട്ടെന്ന് കായ്ക്കും, നിറയെ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. ഹിസ്റ്റോറിക്കൽ ചെറി എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ ചെറി. മുന്തിരിങ്ങപ്പഴത്തിൻ്റെ അത്രേ വലിപ്പമുള്ളൂ. ഓക്കെ. മധുരമാണ്. ഇതെന്താ സാധനം? ഇത് കൂർക്ക. കൂർക്ക മീൻസ് നമ്മൾ ഈ കടയിൽ മേടിക്കാൻ കിട്ടുന്ന അതാണോ ഇത്? കുഞ്ചൂസ ഇത് കണ്ടോ കൂർക്ക? കൂർക്ക എന്താന്ന് മനസ്സിലായോ? കുക്കുംബറിന്റെ ഇതാണ്. അത് പൂട്ടുണ്ടല്ലോ ഇവിടെ മൊത്തം കൂർക്ക അല്ലേ? ഏതാ നിൽക്കുന്നത്? ഈ കൂർക്ക ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസാ. ഞാവല് തന്നെ അങ്ങനെ ഉണ്ടല്ലേ? അതാ നല്ല ഞാവല്. ഇത് ബ്ലാക്ക് ഞാവല്. അതെ, അത് ഞാൻ കട്ടി ഫോൺ ചെയ്തിട്ടാണ്. പാഷൻ ഫ്രൂട്ട് കുറേ ഉണ്ടല്ലോ. ഞാൻ കരുതി ഇത് ഏതോ മറ്റേ കള്ളിമുൾച്ചെടിയാണ് ഓർത്തത്. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിങ്ങനെ ചുമ്മാ പോവുള്ളൂ കയറി പോയിട്ട് ഇനി അത് ഇവിടെ ടയർ ഫിറ്റ് ചെയ്തു, അത് കയറി മറിഞ്ഞാൽ അതല്ലേ കായ്ക്കുള്ളൂ. അല്ല, വാ വന്ന് നോക്കിയേ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്കിയേ. ഇതെന്താ സാധനം? ഇതാണ് അമ്പഴങ്ങ. കുഞ്ചൂസിന് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ സാധനം? മൂട്ടിപ്പഴം. ഇവിടെ നിൽക്കുന്നല്ലേ? നാരങ്ങ നോക്കിയേ, നാരങ്ങ കഴിച്ചു നോക്കിയോ? കുറേ നാരങ്ങ നിൽപ്പുണ്ട് കേട്ടോ. മധുര നാരങ്ങയാണിത്. അവിടെ കാണുന്നതാണ് മൂട്ടിപ്പഴം. ഇതിപ്പോൾ ഓൾറെഡി തീർന്നാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ കായും മുകളിലൊക്കെ കിടപ്പുണ്ട്, നിറയെ ഉണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ കഴിഞ്ഞു, തീർന്ന് കറുത്ത നിറമായി, നല്ല റെഡ് കളറാണ് കേട്ടോ. പക്ഷെ ഇപ്പം കഴിഞ്ഞത്. അവിടെ ചാമ്പ നിൽപ്പുണ്ട്. ഞങ്ങൾ പെട്ടെന്നൊരു ഓട്ടപ്രദക്ഷിണൊക്കെ പറമ്പ് നടത്തിയിട്ട് എല്ലാം കണ്ടിട്ട് കയറി വരുവാണ് കേട്ടോ. ഒരു അവാർഡൊക്കെ കിട്ടിയ ഫലകമൊക്കെ ഉണ്ട്. മികച്ച കാർഷിക സംരംഭകനും നഴ്സറി പരിപാലകനും. ഇത് പഞ്ചായത്തിൻ്റെ അല്ലേ? പഞ്ചായത്തിനും കൃഷിഭവൻ്റെ. ഓക്കെ. വേറെ എന്തെങ്കിലുമൊക്കെ? വേറെ 2008 ഒരു ഓൾ ഇന്ത്യ മാമ്പഴമേള നടന്നപ്പോൾ നമ്മളെ മാങ്ങയ്ക്ക് ഫസ്റ്റ് കിട്ടി, തിരുവനന്തപുരത്ത്. അതിന് നമുക്കൊന്നും കിട്ടില്ല, കൃഷിഭവനും അതിൻ്റെ അത് ശരി. അതിൻ്റെ ക്രെഡിറ്റും കൃഷിഭവൻ ഉണ്ടായോ? നമ്മുടെ അത് ശരി. ഈ മാർക്കറ്റിംഗ് എങ്ങനെയാ? അപ്പം ഈ തൈയൊക്കെ വാങ്ങാൻ ഇവിടെ ആൾക്കാർ മുഴുവനും ഇവിടെ തന്നെ വന്ന് കൊണ്ടുപോവുകയാണ്. പറഞ്ഞു കേട്ട് പറഞ്ഞാൽ തൊഴിലൊക്കെ പോകുമ്പോൾ സമയത്ത് കൊടുക്കാറുണ്ട്. ആളുകൾ കേട്ടറിഞ്ഞ് വരുന്നതാണല്ലേ? പിന്നെ ടി വിയിൽ പേപ്പറിലൊക്കെ 2002 മുതൽ പേപ്പറുകളിലൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പേപ്പറുകളിൽ വന്നിട്ടുണ്ട്, ന്യൂസ് പേപ്പേഴ്സിൽ. ഈയിടെ മൂട്ടിപ്പഴത്തെ കുറിച്ച് മനോരമയിലൊന്നും ഉണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടിയില്ലേ? അപ്പോൾ പോകട്ടെ, ബൈ. നമ്മളങ്ങനെ കോശ്ശേരി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പുതിയ സാധനങ്ങൾ കാണാൻ പറ്റി, പുതിയ സംഭവങ്ങളെ കുറിച്ച് അറിയാൻ പറ്റി. ഈ കുര്യൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആള് ഒരുപാട് കർഷകരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. കൃഷി ഇഷ്ടപ്പെടുന്ന, അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്കുണ്ടല്ലോ. പുള്ളിയുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ അതേ കുഞ്ചൂസിന് കൊടുത്തു വിട്ടേക്കുവാണ് മറ്റേ മൂട്ടിപ്പഴം എന്ന് പറഞ്ഞ സാധനം. ഇത് പറഞ്ഞെടുത്ത് പൊട്ടിച്ച് കാണിച്ചാ എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്തേ എങ്ങനെയാണ് സാധനം എന്നൊക്കെ. ഇതാണ് സാധനം. ഇത് നമ്മുടെ റംബൂട്ടാൻ പോലെ തന്നെ, പക്ഷേ മുള്ളില്ല എന്ന് മാത്രം. ഇതിൻ്റെ അകത്തേതാണ്. നമ്മൾ പൊട്ടിച്ച് കാണിച്ച്. എങ്ങനെയുണ്ട്? പുളിയാണോ മധുരമാണോ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കൃഷിയൊക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബോ സ്കൂൾ ഡ്രൈവർ എന്ന് തോന്നലാണോ? അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.